ഹരേ കൃഷ്ണ. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം വരുന്ന ഓരോരുത്തരുടെ പേരും ആരൊക്കെയാണ് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാം വന്നു. അല്ലാതെ നമ്മുടെ ക്ലാസ് സ്ഥിരമായി കാണുന്നവരും വന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം, നാളത്തെ നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് മോസ്റ്റ്ലി എല്ലാവരും ഏകാദശി എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. കാറ്റടിക്കണോ പിന്നെ പുറത്ത്? നാളെ മേ ബി നിങ്ങളുടെ മാത്രം തന്നെയാണ്, വേറെ ആരുടെയും അല്ല. നാളെ നമുക്ക് പ്രദോഷമാണ്, എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വലിയൊരു മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. വൈശാഖ മാസം 27-ാം തീയതിയോടുകൂടി നമുക്ക് വൈശാഖ മാസം തീരാണ്. വൈശാഖ മാസത്തിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ദാനധർമാദികളെല്ലാം ചെയ്തു. സന്തോഷം. ഇനിയും നമുക്ക് കുറച്ചും കൂടെ ഫുഡ് കൊടുക്കാം, അതുപോലെ വസ്ത്രവും കൊടുക്കാം ഈ മാസം തന്നെ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല വിശേഷങ്ങൾ. നമ്മുടെ ഗ്രൂപ്പിൽ ഗുരുവായൂർ മഞ്ജരീസ് സങ്കല്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജരീസ് കഥാമുരാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? കഥാമുരാരിയെ കുറിച്ചിട്ടും മഞ്ജരീസ് സങ്കല്പത്തെക്കുറിച്ചും എന്താണ് അഭിപ്രായം? ബിന്ദമ്മ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഉറക്കം വരുന്നുണ്ട്, കണ്ണിൽ ഉറക്കമുണ്ട്. ഉറങ്ങ്. എന്തിനാ കഷ്ടപ്പെട്ട് ഉറക്കം വന്നിട്ട് ഉറക്കത്തിനെ പിടിച്ച് നിർത്തണം? ഉറക്കം വന്നോ, കിടന്നുറങ്ങാം. കിടക്കടോ. അത്രയും. ഇവിടെയും എനിക്ക് തോന്നുന്നു മഴ വരാൻ പോകുന്നു. ബിന്ദമ്മയുടെ കണ്ണിങ്ങനെ പോകുന്നുണ്ട്, പാവം. ഉറങ്ങട്ടെ. അപ്പോൾ മഞ്ജരീസ് മുരാരിയെ കുറിച്ചിട്ടും മഞ്ജരീസ് സങ്കല്പത്തെ കുറിച്ചിട്ടും എന്തെങ്കിലും ഒരു അഭിപ്രായം ആർക്കില്ല? ആരും ശ്രദ്ധിച്ചിട്ടില്ല? മഞ്ജരീസ് സങ്കല്പവും മഞ്ജരീസ് മുരാരിയും ഇഷ്ടപ്പെട്ടിട്ടില്ല? സൂപ്പർ. മനോജ് പ്രഭു പറയുന്നു. മനോജ് പ്രഭു മാത്രമേ കേട്ടിട്ടുള്ളൂ, വേറെ ആരും കേട്ടിട്ടില്ല? ബിന്ദമ്മ, ആ റൂമിൽ AC ഓണാണോ എന്ന് മാത്രം നോക്കൂ. ഓഫ് ചെയ്യാമോ? രണ്ടുമാണ്. വളരെ ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. ഇന്ന് കിട്ടിയില്ല, കറക്റ്റാണ്. ഇന്ന് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ചെയ്തുതരാം ക്ലാസ് കഴിഞ്ഞിട്ട്. കണ്ടു, കേട്ടു, സന്തോഷം. എന്നെ പോലെയുള്ളവർക്ക് വളരെ ടിവിയുടെ കേട്ടോ, AC-യുടെ കൂടല്ലേ? വെരി ഗുഡ് മാതാജി. മാതാജി, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് എക്സാം കഴിഞ്ഞു. 100-ൽ 80 മാർക്ക് ഉറപ്പാണ്. പാർത്ഥസാരഥി, കൺഗ്രാറ്റ്സ്. കിട്ടട്ടെ. അറിയാത്ത കാര്യങ്ങൾ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. സൂപ്പർ. അപ്പോൾ ഒരുപാട് സന്തോഷം. മഞ്ജരീസ് കഥാമുരാരിയെ കുറിച്ചിട്ടും മഞ്ജരീസ് സങ്കല്പത്തെ കുറിച്ചിട്ടും നല്ല ഒരു ഇത് വന്നതിൽ. ക്ഷേത്ര ദർശനമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയില്ല ക്ഷേത്രങ്ങളുടെ അവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്താണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് തൊഴേണ്ടത്, അവിടെ എന്താണ് പ്രതിഷ്ഠ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഐതിഹ്യമെന്ന്, അല്ലേ? നമ്മൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിലെത്തുമ്പം ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരിമിതമായിരിക്കുന്ന അറിവെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആ ക്ഷേത്രം പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, കഥ അറിയാതെ ആട്ടം കണ്ടതുപോലെ നമ്മൾ തിരിച്ചു വരും. അത് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. സൂപ്പർ. BSCയും പാസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് മഞ്ജരീസിലൂടെ 100,000 ക്ഷേത്രങ്ങളെക്കുറിച്ചെങ്കിലുമുള്ള ഒരു അവയർനെസ് നമ്മൾ കൊടുക്കണം എന്നാണ്. ഇത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ മാത്രം കേട്ട് വായിച്ചു പോയാൽ പോരാ. ദയവായി ഇത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാം.
ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും അറിയട്ടെ ക്ഷേത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ മഞ്ജരീസ് കഥാ മുരാരിയെക്കുറിച്ചിട്ടും മഞ്ജരീസ് സങ്കല്പത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയണം. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ടല്ലോ ക്ഷേത്ര ഐതിഹ്യമൊക്കെ, എല്ലാ ദിവസവും ഇടാറുണ്ട് ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പോൾ 23 22 23 ഒക്കെ ആയി. അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കുക. പ്രഭാത മഞ്ജരി നിങ്ങൾക്ക് എപ്പോഴും നൽകുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷനാണ്. ആ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ ഒരിക്കലും കളയരുത്, മനസ്സിലായില്ലേ? എപ്പോഴും പ്രഭാത മഞ്ജരി കേൾക്കുക, വായിക്കുക. അതിൽ ഒരുപാട് നല്ല അറിവുകളുണ്ട്. ഇന്നലെയോ ഇന്നോ ഞാൻ ക്ഷമയെക്കുറിച്ചാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ബന്ധങ്ങളെല്ലാം തന്നെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്ഷമിക്കാൻ ഒരു മനസ്സില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം തന്നെ ശിഥിലമായി പോകും. അപ്പോൾ മാക്സിമം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ. ഓക്കെ, എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഉയരെയുള്ളൂ, നമ്മൾ താഴ്ന്നു പോവില്ല. ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് കേട്ടിട്ടില്ലേ? അത് വയലൻസിലേക്ക് പോണ്ട, നമ്മൾ സൈലന്റ് ആയാൽ മതി, മനസ്സിലായില്ലേ? കൊട്ടിയൂരിനെ കുറിച്ചൊക്കെ എപ്പോഴേ ഇട്ടു എൻ്റെ പാർത്ഥസാരഥി. താനിത് എവിടെയായിരുന്നു? ഗ്രൂപ്പൊന്നും നോക്കാറില്ലേ? അപ്പോ നമ്മുടെ എന്താ പറയാ, എന്താ ഞാൻ പറഞ്ഞു വന്നേ, ഞാൻ തന്നെ മറന്നുപോയി. ക്ഷമിക്കുക. ക്ഷമ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിരിക്കണം, മനസ്സിലായില്ലേ? മാക്സിമം നമ്മുടെ വീടുകളിൽ തന്നെ പല പല പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. അപ്പോൾ ഒരുപാട് ഒന്ന് ക്ഷമിക്കുക ജീവിതത്തിൽ. എന്തെങ്കിലും നമുക്ക് സഹിക്കാനോ പൊറുക്കാനോ ആവാത്ത വാക്ക് കേൾക്കുമ്പോൾ ശരിയാണ്, നിങ്ങളിൽ പലരും ഞാനും അടക്കം റിയാക്ട് ചെയ്തു പോകും. പക്ഷെ മാക്സിമം റിയാക്ഷൻ കുറക്കുക. എന്താണെന്നറിയാവോ, ഇന്നത്തെ കാലഘട്ടം അതാണ്. ബന്ധങ്ങൾക്കൊരു മൂല്യമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാം എടുത്ത് വലിച്ചെറിയാൻ എളുപ്പമാണ്, നിലനിർത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവുകൾ പോലെയുള്ള മൂർച്ചയേറിയ വാളിന് തുല്യമായിരിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. നമുക്ക് ഇഷ്ടമില്ലേ, നമ്മൾ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക. നമുക്ക് സഹിക്കാൻ പറ്റിയില്ലേ, നമ്മൾ മിണ്ടാതിരിക്കുക, മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഒരിക്കലും അതിന് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് ഒരിക്കലും ആരെയും മുറിവേൽപ്പിക്കരുത്. കാരണം എന്താ അറിയോ, 10 തല്ലിയാൽ അത് നമ്മൾക്ക് സഹിക്കാൻ പറ്റും. അതിന്റെ വേദന കുറഞ്ഞാൽ നമ്മൾ അത് മറന്നു പോകും അല്ലേ? നമ്മളെല്ലാവരും പ്രസവിച്ച അമ്മമാരാണ്. പക്ഷെ പ്രസവ വേദന എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അന്ന് അനുഭവിച്ച അതേ ഫീലിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വേദന ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഓർമ്മകളിൽ അത് മറന്നുപോയൊരു കാര്യമാണ് അല്ലെ? അതേപോലെ എന്താ പറയാ, നമ്മൾക്ക് ഈ ക്ഷമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉള്ള ഒരു വേദന, നമുക്ക് എല്ലാ വേദനകളും മറക്കാൻ പറ്റും. പക്ഷെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏൽക്കുന്ന മുറിവ് ഒരിക്കലും നമുക്ക് മറക്കാനും പറ്റില്ല, പൊറുക്കാനും പറ്റില്ല. ഒരിക്കലും എന്താ പറയാ, അതിനൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ ആരുടെ നേരെയും നമ്മൾ ഉപയോഗിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊക്കെ മാക്സിമം സൈലൻസിലേക്ക് പോയി പോകും. എൻ്റെ മനസ്സിന് ഒരുപാട് വിഷമം തട്ടിയാൽ കുറച്ച് സമയം എടുക്കും റിക്കവർ ആവാൻ. പക്ഷെ ആ സമയം വരേക്കും ഞാൻ അത്രയും സൈലൻസിലേക്ക് പോയി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, മനസ്സിലാവുന്നുണ്ടോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും. അപ്പം പറയാതിരിക്കുക, ക്ഷമിക്കുക. എനിക്കൊക്കെ എന്തൊക്കെ ലൈഫിൽ ഇൻസിഡൻറ്റ് സംഭവിച്ചാലും ശരി, ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എന്നോട് പലരും പല സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മാതാജി അത് ചോദിക്കും, മാതാജി സംസാരിക്കുക, അത് പറയിപ്പോ. ഞാൻ നിൽക്കില്ല, ആ സ്ഥലത്തുനിന്നേ മാറിപ്പോവും, ആ നിമിഷമേ അവിടെ നിന്ന് മാറിപ്പോവും. കാരണം വെച്ചാൽ നമ്മുടെ പ്രസൻസ് പിന്നെ അവിടെ വേണ്ട. നമ്മുടെ പ്രസൻസ് കൂടുതൽ അവർക്കും വേദന ഉണ്ടാക്കും, നമുക്കും വേദന ഉണ്ടാക്കും. അപ്പം നമ്മുടെ പ്രസൻസേ അവിടെ വേണ്ട, നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവുക, മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റൊരാളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന നമ്മുടെ നാവ് കൊണ്ട് വരരുത്. തമാശയ്ക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അതിൽ കഴിഞ്ഞൊരു ഇത് ചെയ്യാൻ പാടില്ല. എനിക്കൊക്കെ എപ്പോഴും എന്തെങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും അവരോട് കുറേ ഡയലോഗ് അടിച്ചൊക്കെ നിൽക്കും. അങ്ങനെയല്ല, സ്നേഹം കൊണ്ടാണ് കേട്ടോ. പക്ഷെ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായാലും എൻ്റെ സൈലൻസിൽ നിന്ന് അവർ മനസ്സിലാക്കും, അയ്യോ ഞങ്ങൾ പറഞ്ഞത് മോക്ക് വിഷമായി. പിന്നെ അങ്ങനെ മെസ്സേജ് ഇടും, അമ്മയായാലും അച്ഛനായാലും. പക്ഷെ എൻ്റെ പരിപാടി എന്താണെന്നറിയാമോ, ഞാൻ നല്ല തിരക്കിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവരുടെ മെസ്സേജ്, എക്സ്പെഷ്യലി അമ്മയുടെ. അച്ഛനൊന്നും പറയില്ല കേട്ടോ, അമ്മയാണ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വരിക. അച്ഛൻ ഭയങ്കര പാവം മനുഷ്യനാണ്, ഒന്നും പറയില്ല, മക്കളേനും പറഞ്ഞ് കിടക്കുന്ന ഒരാളാണ്.
അമ്മയാണ് എപ്പോഴും കംപ്ലൈൻറ്റ്സ് പെട്ടി, കംപ്ലൈൻറ്റ് ബോക്സ് എന്ന് ഞങ്ങൾ പേര് വെച്ചിരിക്കുന്ന അമ്മയ്ക്കാണ്. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് തന്നെ തോന്നും, അയ്യോ അത് പറയണ്ടായിരുന്നു, അവർക്കത് ഫീൽ ചെയ്തു. പിന്നെ അമ്മ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ഞാനാണെങ്കിലോ ഇതൊന്നും വായിക്കാനുള്ള മൂഡിലും ആയിരിക്കില്ല, ഇതൊന്നും വായിക്കാൻ പറ്റിയ സമയത്തിലും ആയിരിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മനഃപൂർവ്വം ഈ മെസ്സേജ് ഒക്കെ ഓപ്പൺ ചെയ്യും. എല്ലാം ഓപ്പൺ ചെയ്തങ്ങ് വിട്ടാൽ അമ്മ വിചാരിക്കൽ എന്താ അറിയോ, അയ്യോ ഇവളിതെല്ലാം വായിച്ചിട്ടും എനിക്ക് മറുപടി തന്നില്ല, ഇവളെല്ലാം വായിച്ചിട്ടും എനിക്ക് മറുപടി തന്നില്ല, അയ്യോ ഇവളെന്നോട് മിണ്ടുന്നില്ല. പിന്നെ അമ്മ കിടന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. ഞാനാണെങ്കിലും ആ സമയത്ത് ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടിട്ട് ഞാൻ ഡബിങ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഷൂട്ടിലായിരിക്കും. അമ്മയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ എനിക്കും പാവം തോന്നും കേട്ടോ. കാരണം അതിന് ഭയങ്കര വയ്യായികയൊക്കെ ഉണ്ട്, ഭയങ്കര പേടി, ഒത്തിരി വയ്യായിക ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ വിചാരിക്കില്ല എന്താ കുറച്ച് അവിടെ ടെൻഷൻ എടുക്കട്ടെ, അപ്പോഴേ നമ്മുടെ വില മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് മെസ്സേജ് ഇടും, അമ്മ മോളെ മിണ്ട്, അമ്മയ്ക്ക് ടെൻഷനാണ്, സോറി. പിന്നെ അമ്മയ്ക്ക് എന്താ പറ്റുക അറിയോ, ലൂസ് മോഷൻ ആവാൻ തുടങ്ങും. അപ്പം അച്ഛൻ മെസ്സേജ് ഇടുതേ നിന്റെ അമ്മ ഇവിടെ ലൂസ് മോഷനായിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങണില്ല എന്നും പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. പക്ഷെ നമ്മൾ ആ സമയത്ത് വേറെ മൈൻഡിലായിരിക്കും. കാരണം അത്രയും വന്ന മെസ്സേജുകൾക്ക് ഒരു വികാരപരമായിട്ട് മറുപടി കൊടുക്കാനുള്ള ഒരു സമയത്തിലോ സാഹചര്യത്തിലോ ആയിരിക്കില്ല നമ്മൾ. കാരണം എന്താ, കുറേ കോൾസ് വരുമല്ലോ മഞ്ജരീസിൽ. അപ്പോൾ ഇതൊക്കെ എടുത്ത് സംസാരിച്ച് ഷൂട്ട് ഡബിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴേ ഈ മെസ്സേജ് ഇങ്ങനെ വരും. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഫോൺ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ടോൺ അമ്മയ്ക്ക് സ്പെഷ്യൽ ടോൺ വെച്ചിട്ടുണ്ട് മെസ്സേജിൻ്റെ. അപ്പം വരുമ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെയും മൊബൈൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വീണ്ടും ബാക്കി കാര്യങ്ങളിൽ നോക്കും. അമ്മ എന്താ ചിന്തിക്കുക, അവളെല്ലാം സീൻ ചെയ്തു, അവളൊന്നും പറയുന്നില്ല. അപ്പം അമ്മ ഭയങ്കര ടെൻഷനാവും. സോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ലാസ്റ്റ് മെസ്സേജിനും അമ്മ സോറി, അമ്മ അങ്ങനെ പറഞ്ഞ തെറ്റാണ്, അമ്മ മാപ്പ് പറയണു. അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അമ്മ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വജ്രായുധം അതാണ്. അത് വേറെ കാര്യം, അതെനിക്കറിയാം. എന്നാലും നമുക്ക് പിന്നെ എപ്പോഴെങ്കിലായിരിക്കും ഞാൻ ഇരുന്നിട്ട് ഈ മെസ്സേജൊക്കെ വായിക്കാം. ചില സമയങ്ങളിൽ രാത്രി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ജോലി സ്ഥലത്തു നിന്നൊക്കെ ഭയങ്കര പ്രഷറൊക്കെ കിട്ടി, മൈൻഡൊക്കെ ഭയങ്കര അപ്സെറ്റായി, നമ്മളിങ്ങനെ വല്ലാത്തൊരു മൈൻഡിൽ വന്ന് വീട്ടിൽ കിടക്കുമല്ലോ. ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പോൾ നമ്മളോട് ആരെങ്കിലുമൊക്കെ സ്നേഹമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഈ മെസ്സേജ് എല്ലാം വായിക്കാൻ നോക്കും. അപ്പം അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടായിരിക്കും അമ്മ സംസാരിച്ചിട്ടുണ്ടാവുക. അമ്മ പോട്ടെ, അമ്മ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അമ്മയ്ക്ക് അറിയാം മോളെ, അമ്മ ആ സമയത്ത് പറഞ്ഞു പോയതാണ്, മോള് ക്ഷമിക്ക്, അമ്മയ്ക്ക് മക്കളല്ലാതെ വേറെ ആരുണ്ട്. ഇതൊക്കെ അമ്മയുടെ ഫുൾ ഡയലോഗ്സും എൻ്റെ മൈൻഡിൽ ബൈ ഹാർട്ടാണ്. അമ്മ അങ്ങനെ പറഞ്ഞത്, അമ്മയ്ക്ക് ഇത്ര പ്രായമായില്ലേ, മക്കളേന്ന് പറഞ്ഞല്ലേ അമ്മ ജീവിക്കുന്നത്, അതങ്ങനെയല്ല ഇങ്ങനെയല്ല കുറേ വരും. അപ്പം ഇതെല്ലാം വായിച്ച് ഞാൻ ഉറങ്ങിപ്പോവും. എപ്പോഴെങ്കിലും വായിക്കുന്നത്. ചിലതൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ വേഗം വായിച്ചു പോകും അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനെയും സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. പല സിറ്റുവേഷൻസിലും നമ്മൾ സൈലൻ്റ് ആയിരിക്കുക, മനസ്സിലായില്ലേ? അയ്യോ അമ്മേനോട് ഞാനൊന്നും പറയാറില്ല. അപ്പോൾ എന്താ പറയുക, മാക്സിമം സൈലൻസിൽ പോവുക. കാരണം നമ്മൾ വയലൻ്റ് ആയിരിക്കുന്ന സമയത്തിൻ്റെ ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഓഡിയോ സെൻഡ് ചെയ്യില്ല, പറഞ്ഞങ്ങോട്ട് തീർക്കും അമ്മയ്ക്ക്, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അമ്മ കേൾക്കൂല, കേട്ടിണ്ടേ തീർന്നു. അടുത്ത വണ്ടിയും പിടിച്ച് ഇവിടെ ചെന്നൈയിലെത്തും എൻ്റെ പൊന്നെ. അത് പാലക്കാട് ബോർഡർ താണ്ടിയാൽ ഞാനിവിടെ നിന്ന് എസ്കേപ്പാണ്. അയ്യോ ഇവിടെ നിൽക്കൂല ഈ നാട്ടിൽ. അപ്പം നമ്മൾ എപ്പോഴും എന്താ പറയുക, കുറേയൊക്കെ സൈലൻസിലേക്ക് പോവുക. പിന്നെ എന്താ പറയുക, തിങ്ക് ബിഫോർ യു സ്പീക്ക്, അങ്ങനെ ഒരു വേർഡുണ്ട്. നമ്മൾ എന്ത് സംസാരിക്കുന്നതിനേക്കാളും മുമ്പേ നമ്മളൊന്ന് ആലോചിച്ചിട്ട് സംസാരിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലൊന്ന് ശ്രദ്ധിക്കണം. കാരണം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. ചിലപ്പോൾ ആ ബന്ധമേ തീർന്നിട്ടുണ്ടാവും, ചിലപ്പം അതിൽ രണ്ടുപേരിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടാവാം, ചിലപ്പം പരസ്പരം നല്ല സ്നേഹമായിട്ട് ജീവിക്കുന്നുണ്ടാവാം. വാട്ട് എവർ മേ ബി, എന്താണെങ്കിലും നമ്മളൊരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത തരത്തിലുള്ള വാക്കുകൾ ആരോടും സംസാരിക്കരുത്, ആരോടും പറയരുത്. മക്കളോടാണെങ്കിൽ പോലും പറയാൻ പാടില്ല. നമ്മുടെ മക്കളോടൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പറയുമല്ലേ, പറയരുത്. അവരുടെ കുഞ്ഞു മനസ്സിലുണ്ടാക്കുന്ന മുറിവ് അത് വളരെ ആഴത്തിലുള്ളതാണ്. നാളെ ഒരു കാലത്ത് അവരെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ പൂവൊക്കെ നല്ല ഫ്രഷാണ്. ഇത് മഹേശ്വരി ചേച്ചി എനിക്ക് കെട്ടി തന്ന പൂവാണ്. നമ്മളിവിടെ പൂജ ചെയ്യുന്നില്ലേ, ഈ പൂജ ചെയ്യുന്ന പൂവ് എടുത്തു കഴിഞ്ഞാൽ ആ പൂ ഇങ്ങനെ കെട്ടിത്തരും ചേച്ചി എനിക്ക്. ആ പൂവാണിത്. നമുക്ക് കെട്ടാൻ വശമൊന്നുമില്ല, അവർ കെട്ടും നന്നായിട്ട്.
ചേച്ചി കെട്ടി തന്നതാണ്. പൂജ ചെയ്ത പൂവുണ്ടായിരുന്നു, അതെടുത്ത് വാരി സെപ്പറേറ്റ് വെച്ചപ്പോൾ ആ പൂ എനിക്ക് ചേച്ചി കെട്ടി തന്നു. ഇത് പിച്ചിപ്പൂ എന്ന് പറയും, മുല്ലയല്ല ഇത് പിച്ചി. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും ഏകാദശിയൊക്കെ എടുത്ത് നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഏകാദശി എടുത്തിട്ടുണ്ട്. നാളെ പ്രദോഷമാണ്, പ്രദോഷം എടുക്കുക. നമ്മുടെ ഏകാദശിയുടെ എന്താ പറയുക, ഏകാദശിയുടെ പാരണ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കറക്റ്റ് ആ സമയത്ത്, അതായത് അത് ഉദയത്തിൻ്റെ മുൻപെയാണ് ഏകാദശി പാരണ വരിക. ഉദയത്തിന് ശേഷമല്ല ഏകാദശി പാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉദയത്തിൻ്റെ മുൻപേ ഏകാദശി പാരണ, അതായത് സ്റ്റാർട്ടിങ് ടൈം ഇപ്പോൾ 5:20, 5:15, 5:30 അങ്ങനെയുള്ള ആ സ്റ്റാർട്ടിങ് ടൈം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏകാദശി പാരണ വീടുക. പാരണ വീട്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞല്ലോ. അതെ, സത്യം ദേവദാസ് പ്രഭു, അത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി നമ്മുടെ മഞ്ജരീസിൽ ശ്രദ്ധിക്കും. നിങ്ങളാരും എന്നോട് പറഞ്ഞെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നോ അല്ലാട്ടോ പറയുന്നത്, പൊതുവേ ഉള്ള ഒരു ചെറിയൊരു കാര്യം പറഞ്ഞതാണ്. അപ്പം ഏകാദശി പാരണ ഉദയത്തിന് മുൻപേ ഉള്ള സമയത്ത് വീട്ടണം. വീടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഉദയത്തിന് ശേഷം നിർജ്ജലം ഇരിക്കുക. നിർജ്ജലം പറ്റുന്നവർക്ക് നിർജ്ജലം, അല്ലാത്തവർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും, ധാന്യമൊന്നും വേണ്ട, എല്ലാം കഴിച്ച് ഇങ്ങനെ ഓം നമഃ ശിവായ എന്നൊക്കെ ജപിച്ചിരുന്നിട്ട് വൈകിട്ട് ഒരു സന്ധ്യാസമയം വരൂലേ, നാളെ തന്നെ വൈകിട്ട് സന്ധ്യാസമയം വരുമ്പോൾ മഹാദേവന് കരിക്ക് അഭിഷേകമോ തേൻ അഭിഷേകമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ വെള്ളം കുടിച്ചിട്ട് ഭഗവാനോട് പറയാ, ഭഗവാനെ ഞാൻ പ്രദോഷം വീടുകയാണെന്ന്. അങ്ങനെ ഏകാദശിയും പ്രദോഷവും കൂടെ നമുക്ക് ഒരുപോലെ എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. അപ്പം അത് ശ്രദ്ധിക്കൂ കേട്ടോ. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഏകാദശി ബുക്ക് കുറച്ചും കൂടെ ഉണ്ട്, ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി കിട്ടില്ല, ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി കുറച്ച് 10-20 ബുക്സിനായിട്ടൊന്നും നമ്മൾ വരുത്തൂല. കുറച്ച് ബുക്സും കൂടി ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് മഞ്ജരീസിലേക്ക് വാട്സപ്പ് ഇട്ട് തന്നാൽ മതി. 9342494941 അതിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. മഞ്ജരീസിൻ്റെ അഡ്മിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റെഡി? ആ, നജീം മാതാജി വരുന്നത് ഉറങ്ങാനാണ്, അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആൾ വന്നൊരു ഗുഡ് നൈറ്റും പറഞ്ഞൊരു പോക്കാം. ഓക്കെ മാതാജി, ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോളൂ. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഏകാദശി ദിവസം വരുന്ന ഗീതാ ക്ലാസ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കൂട്ടാ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരമപദ പ്രാപ്തി. ഗീതയിൽ പരമപദ പ്രാപ്തി 8ാമത്തെ അധ്യായമാണ്. 8ാമത്തെ അധ്യായത്തിൽ പരമപദ പ്രാപ്തിയിൽ 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത്. അതിഭൂതം ക്ഷരോഭാവ പുരുഷജ്ഞാതിദേവതം അതിയജ്ഞോ ഹേമവാത്ര ദേഹേ ദേഹഭൃതാം വര എന്നാണ് പറയുന്നത്. അതെന്താന്ന് നോക്കാം. ഇന്നുമാ കറണ്ട് പോയിട്ടുണ്ട്. പോയോ? ആ, അപ്പോൾ ആ പ്ലഗ് ഊരിയിട്ട് വൈഫൈൻ്റെ പ്ലഗിൽ കൊടുക്കും. അതാണ് ഇവിടെ. എന്നിട്ട് പുറത്തുള്ള ലൈറ്റെല്ലാം ഓഫ് ചെയ്യും. ഇപ്പം UPS പോയിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റ്, ശ്രദ്ധിച്ച് കയ്യൊന്നും അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടരുത്. കുത്തിക്ക് അവിടെ. ഓക്കെ, പോയി ഇവിടെ ഓഫായി. അതിൻ്റെ മുകളിൽ പോയി തോണ്ടണ്ട, അങ്ങോട്ട് പോരെ. വരൂ. ആ പുറത്തുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം എന്ന് പറയുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ഹരേ മായ. ഐ ലവ് യു സിസ്റ്റർ പോയി. ഹരേ മായ നായോ അഭിലാഷ് തമ്പി പ്രഭു. സാരല്ല ജാനകി മാതാജി, ഇത് തമാശ പറഞ്ഞാട്ടോ, അങ്ങ് മനസ്സിലൊന്നും വെക്കണ്ട. ബ്ലോക്ക് ചെയ്യൊന്നുമില്ല. നമ്മുടെ മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ കളിയും ചിരിയും തമാശയൊക്കെ ഉള്ളൂ. ഓക്കെ. ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം എന്ന് പറയുന്നത്. പ്രത്യക്ഷ പ്രപഞ്ചം. അതിഭൂതം എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രപഞ്ചം. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെയാണ് നമ്മൾ പ്രത്യക്ഷ പ്രപഞ്ചം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമാണ്. നമ്മൾ കാണുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ നമ്മൾ അതിദൈവം എന്നാണ് പറയുന്നത്. സൂര്യനെയും ചന്ദ്രൻ, ഇതെന്താ ഒരു ബൾബൊക്കെ കത്തുന്നുണ്ടല്ലോ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇതൊക്കെ സ്റ്റാറോ എന്തൊക്കെയോ തരുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ ഇതൊന്നും എന്താന്ന്.
നമ്മുടെ പേജിൽ മോണിറ്റൈസേഷൻ തന്നെ ഇല്ല, ഞാനതൊന്നും കൊടുക്കൂല. ഇതെന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ബൾബൊക്കെ കത്തിച്ച് വിടുന്നുണ്ട് ആരോ, സ്റ്റാറൊക്കെ തരുന്നുണ്ട്. ഇത് എന്തിനാന്ന് പോലും എനിക്കറിയില്ല. ഇതാണ് കേട്ടോ നമുക്കറിയാത്ത കാര്യം, ആരോടെങ്കിലും ചോദിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യക്ഷ പ്രപഞ്ചം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗീതയിൽ അതിഭൂതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ പ്രപഞ്ചം. ഒരിക്കലും ഇനി ആ വേട് മറക്കരുതേ. പിന്നെ അതിദൈവം എന്ന് പറയുന്നത് ഭഗവാന്റെ വിശ്വരൂപത്തെയാണ് അതിദൈവം എന്ന് പറയുന്നത്. അതിൽ സൂര്യചന്ദ്രന്മാരും ദേവീദേവന്മാരും എല്ലാം ആ വിശ്വരൂപത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. സകല ശരീരത്തിന്റെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഞാൻ അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിക്കുന്നു. അതിഭൂതം, അതിദൈവം, അതിയജ്ഞം. അതായത് അതിഭൂതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ പ്രപഞ്ചം, അതിഭൂതം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെയും, ഭഗവാന്റെ വിശ്വരൂപത്തെ അതിദൈവമെന്നും, എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ അതിയജ്ഞൻ എന്നും വിളിക്കുന്നു. ഇനി ആ 3 വാക്കുകളുടെ അർത്ഥവും കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, നല്ല ഓർമ്മ കിട്ടില്ലേ ആ 3 വേർഡ്സും? അതിഭൂതം, അതിദൈവം, അതിയജ്ഞം. അതിഭൂതം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതി, അതിഭൂതം. അതിദൈവം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിശ്വരൂപം. അതിയജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ പറയുന്ന ഭഗവാനെയാണ് നമ്മൾ അതിയജ്ഞം എന്ന് പറയുന്നത്. ക്ലിയർ? ഭൗതിക പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും, ശരിയല്ലേ? നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഭൗതിക ശരീരമാണെങ്കിലോ 6 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ശരീരം 6 അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് 6 അവസ്ഥകൾ? ജനനം, വളർച്ച, സ്ഥിതി, ഉത്പാദനം, ക്ഷയം, നാശം. അങ്ങനെ 6 അവസ്ഥകളിലൂടെ നമ്മുടെ ശരീരവും കടന്നു പോകുന്നുണ്ട്. നമ്മൾ ജനിക്കുന്നു, നമ്മൾ വളരുന്നു, നമ്മൾ നിലനിൽക്കുന്നു, നമ്മൾ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നു, പിന്നെ നമ്മളെ ശരീരം ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നു, പിന്നെ നശിച്ചു പോകുന്നു. ഇങ്ങനെ 6 അവസ്ഥകളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയിലൂടെ നമ്മുടെ ശരീരം കടന്നു പോകുന്നു. ക്ലിയർ? ഈ ഭൗതിക സ്വഭാവ അതിഭൂതം എന്ന് പറയപ്പെടുന്നത്, നമ്മുടെ ഈ ഭൗതിക സ്വഭാവത്തെ, നമ്മുടെ ഒരു ജീവാത്മാവ് ഇങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് പിന്നെ അതിങ്ങനെ നശിച്ചു പോകുന്ന ഈ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിഭൂതം എന്ന് പറയുന്നത്. ഈ ഭൗതിക സ്വഭാവത്തിന് ഒരു പ്രത്യേക ബിന്ദുവിൽ ആരംഭിക്കുകയും ഒരു ഡോട്ടിൽ ആരംഭിക്കുകയും മറ്റൊരു പ്രത്യേക ബിന്ദുവിൽ പോയി നശിക്കുകയും ചെയ്യും. ഇല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ജനിക്കുന്നു, പിന്നെ ഒരു ദിവസം നമ്മൾ മരിക്കുന്നു. കറക്റ്റ് പറഞ്ഞാൽ ജനനം മരണം എന്ന് പറയുന്ന 2 ഡേറ്റ് അതോർത്താൽ മതി. അങ്ങനെ ഒരു പ്രത്യേക ബിന്ദുവിൽ ജനിക്കുകയും ഒരു പ്രത്യേക ബിന്ദുവിൽ മരിക്കുകയും ചെയ്യുന്നു. എല്ലാ ദേവന്മാരെയും അവരുടെ ഗ്രഹമണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാത്മകമായിരിക്കുന്ന ഭഗവത് രൂപം തന്നെ അതിദൈവം. ഏത് ഗ്രഹമണ്ഡലത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ ആരുണ്ട്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനുണ്ട്, അതിദൈവമുണ്ട്. ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല. എല്ലാ ദേവീ ദേവന്മാർക്കും അവരുടേതായ ഗ്രഹമണ്ഡലങ്ങളുണ്ട്. അപ്പൊ ആ ഗ്രഹമണ്ഡലങ്ങളിലെല്ലാം ആരുമുണ്ട്? ഭഗവാൻ കൃഷ്ണനുമുണ്ട്. ഭൗതിക ശരീരത്തില് നമ്മുടെ എല്ലാം ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തിൽ ജീവാത്മാവിനോടൊപ്പം പരമാത്മാവും കുടികൊള്ളുന്നുണ്ട്. ഇല്ലേ? ഭഗവാനും കുടികൊള്ളുന്നുണ്ട്. പാർത്ഥസാരഥി സൂപ്പർ. ബിന്ദമ്മ ഇതെടുത്തിട്ട് ക്ലാസ്സിലാന്ന് പറയും. അപ്പോ ആ കുടികൊള്ളുന്ന ഭഗവാൻ കൃഷ്ണന്റെ പൂർണ്ണ പ്രാതിനിധ്യമുള്ള പരമാത്മാവാണ്. കൃഷ്ണന്റെ പൂർണ്ണമായിരിക്കുന്ന പ്രാതിനിധ്യമുള്ള ആ പരമാത്മാവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൗതിക പ്രകൃതിയിലുള്ള നമ്മുടെ ശരീരത്തിന്റെ ജീവാത്മാവിനോടൊപ്പം പരമാത്മാവും കുടികൊള്ളുന്നുണ്ട്. ഹൃദയസ്ഥനായിരിക്കുന്ന ഈ പരമാത്മാവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതിയജ്ഞൻ എന്ന് പറയുന്നുണ്ട്. ഈ പരമാത്മാവിനെ അതിയജ്ഞൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഈ ജീവാത്മാവിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ നമ്മൾ എന്താ പറയുന്നത്? അതിയജ്ഞൻ എന്ന് പറയുന്നു. ഇവിടെ ഏവ എന്ന പ്രയോഗത്തിലൂടെ ഒരു ഏവ എന്നൊരു പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. മനസ്സിലായോ? ആ ഏവ എന്ന പ്രയോഗത്തിലൂടെ ഭഗവാൻ പരമാത്മാവ് തന്നിൽ നിന്ന് ഭിന്നനല്ലെന്ന് സ്പഷ്ടമാക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ ജീവാത്മാവിനോടൊപ്പം കുടികൊള്ളുന്ന പരമാത്മാവ് നമുക്ക് നമ്മുടെ ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനല്ല. കാരണം എന്താ? ജീവാത്മാവിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. പരമാത്മരൂപേണ ജീവാത്മാവിനോട് സഹവസിക്കുന്ന ഈ ഭഗവാനാണ് ജീവന്റെ സർവകർമ്മങ്ങൾക്ക് സാക്ഷിയും വിവിധ ബോധാവസ്ഥകൾക്ക് ഉറവിടവും.
ജീവന്റെ എല്ലാ കർമ്മങ്ങൾക്കും, ജീവൻ നമ്മുടെ ശരീരത്തിലെ ഈ ജീവൻ ശരീരം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആരാണ്? സാക്ഷാൽ പരമാത്മാവ്. ഇപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആളുകൾ മാത്രമേ അത് കാണൂ, ഞാൻ കാണുന്നില്ല, കറക്റ്റ് അല്ലേ? പക്ഷേ ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ചില കാര്യങ്ങൾ കാണൂ, നിങ്ങൾക്ക് ചുറ്റിലുള്ള ആരും കാണുന്നില്ല. പക്ഷെ പരമാത്മാവ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, ഇതെല്ലാം ഇവിടെ ഒരാൾ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാം കാണുന്നുണ്ട്. ഒരു സമയം നമുക്കൊരു ദേഷ്യം വന്നാൽ നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു. ആ ഒരു വ്യക്തിയെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് മോശമായി സംസാരിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരോടൊക്കെ നമ്മൾ അവരെ കുറിച്ച് മോശമായിട്ട് വിളിച്ചു പറയുന്നു അല്ലെ. അപ്പോ എന്താ സംഭവിക്കുന്നത്? കേൾക്കേണ്ടവർ അതങ്ങ് കേട്ട് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് എന്താ പറയാ ബാസ്ക്കറ്റിൽ കളയും, അവരവരുടെ കാര്യം നോക്കി പോകും. പക്ഷെ ഈ പറഞ്ഞ വ്യക്തി ഭീകരമായിരിക്കുന്ന കർമ്മഫലത്തിന് അടിമപ്പെടുകയാണ്. കാരണം എന്താ? അത് ഭഗവാൻ കാണുന്നുണ്ട്. കാരണം എന്താ അങ്ങനെ പറയരുത് ചെയ്യരുത് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആ വ്യക്തിയെ തിരുത്താൻ അർഹതയുള്ളതും ഭഗവാന് തന്നെയാണ്. ആ വ്യക്തി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകേണ്ടതും ഭഗവാൻ തന്നെയാണ്. അതേസമയം നമ്മൾ ആരുമല്ല അവരെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കണം. കറക്റ്റ് അല്ലേ? നമ്മൾക്ക് ഒരു വ്യക്തിയുമായിട്ട് ഒരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ നമ്മൾ സൈലന്റ് ആവാം. നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറയാൻ പോകണ്ട. എത്രത്തോളം സൈലന്റ് ആവാൻ പറ്റുമോ അത്രത്തോളം സൈലന്റ് ആവാം. അതിനെയാണ് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത്. എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. ഭഗവാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന്. നമ്മൾ ആരുമല്ല ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരാളോട് ഒരു ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാല് നമ്മൾ മിണ്ടായിരിക്കുക അല്ലേ. നമ്മൾ ആരാണ് അവരെ കുറിച്ച് പറയാൻ? നമ്മൾ പൂർണ്ണമായി ശരിയാണെങ്കിലല്ലേ നമ്മൾ അടുത്തൊരാളെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ട് ശരിയല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇതൊന്നും അറിയാത്ത കാലത്ത് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരു കാലത്ത് നമ്മൾ ഒരിക്കലും ഒരാളെ കുറിച്ചും പറയരുത്. എന്തെങ്കിലും ചോദിച്ചാലും നമ്മൾ എന്താ പറയാ, ചില കാരണങ്ങൾ കൊണ്ട് നമുക്കൊന്ന് മാറേണ്ടി വന്നു, ചിലപ്പോൾ ആ ജോലി എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, വ്യക്തിപരമായ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളത് മാറിപ്പോണം അല്ലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഉണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പല ഇന്റർവ്യൂസും കണ്ടപ്പോഴും വളരെ പ്രമുഖമായിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന ഒരു വിഷയത്തില് അതിലൊരു വ്യക്തി ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്റർവ്യൂസിന് അങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്നപ്പോ ചിരിച്ച മുഖത്തോടു കൂടി ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഓർക്കാനും ഓർമ്മിക്കാനും പറയാനും ഇഷ്ടപ്പെടുന്ന കാര്യവും ഇഷ്ടപ്പെടാത്ത കാര്യവും അതുപോലെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ആ ഒരു ടോപ്പിക് നമുക്കിവിടെ സംസാരിക്കേണ്ടതാണ്. എത്ര മാന്യതയുള്ളൊരു വേർഡാണത് അല്ലേ. അതേസമയം നോർമൽ ആളുകൾ എന്താ ചെയ്യുക? ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചോദിച്ചാൽ അവരെ കുറിച്ച് അങ്ങോട്ട് തകർക്കും. അത് വളരെ ചീപ്പാണ്. നമ്മൾ തന്നെ നാറുന്ന സ്വഭാവമാണ്. ഒരിക്കലും നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചോ നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തെക്കുറിച്ചോ നമ്മൾ പിന്മാറി പോവാ എന്നല്ലാതെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോണ്ട. ഈ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് സ്വയം നാറുകയാണ്, അല്ലാതെ ഒരിക്കലും നമ്മൾ ഉയർന്നു വരുന്നില്ല. എന്നോടൊപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും എന്നെക്കുറിച്ച് അവരെന്ത് തന്നെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല, എന്താ പറയും, പോട്ടെ, അവരുടെ അറിവില്ലായ്മ, ചിലപ്പം എൻ്റെ ഭാഗത്ത് പറ്റിയ പല പല കുറവുകളാവാം അവരെ അങ്ങനെ ഒരു മൈൻഡിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് അത്രയും ദേഷ്യമായിരിക്കും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു. ആ രീതിയിൽ നമ്മൾ മാറിപ്പോണം. മനസ്സിലാവുന്നത്? അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരാളെക്കുറിച്ചും പോയിന്റ് ഔട്ട് ചെയ്യരുത്. നാളെ പിറ്റേന്ന് ചിലപ്പോൾ അവരുമായിട്ട് നമ്മൾ വീണ്ടും കൂടിയേക്കാം, ഇല്ലേ? നാളെ പിറ്റേന്ന് വീണ്ടും കൂടിയേക്കാം. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പരസ്പരം ചളി വാരി എറിയുന്ന ഒരു സ്വഭാവവും ആരും കാണിക്കരുത്. മാക്സിമം സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും പരസ്പരം കൈകൊടുത്തും കേട്ടും വിരോധങ്ങളില്ലാതെ ആഭാസങ്ങളില്ലാതെ ജീവിച്ചു പോവുക, ഏത് വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും. അതാണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം അറിയുന്ന പരമാത്മാവ് സദാ ഒരു നിഴൽ രൂപേണ നമ്മുടെ കൂടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സർവകർമ്മങ്ങൾക്കും ജീവൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നത് ഈ പരമാത്മാവാണ്. ജീവന് സ്വതന്ത്രമായ പ്രവർത്തനത്തിന് അവസരം നൽകുന്നതും ആ പ്രവർത്തികൾക്ക് സാക്ഷിയാവുന്നതും പരമാത്മാവ് തന്നെയാണ്. നമ്മൾക്ക് നല്ല സ്വാതന്ത്ര്യം നൽകുന്നത് പരമാത്മാവാണ്.
നമ്മൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു എന്ന് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്തരങ്ങൾ നൽകുന്നതും പരമാത്മാവാണ്. വ്യത്യസ്തമായിരിക്കുന്ന രൂപങ്ങളിലൂടെ ഈ ഭഗവാന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ കൃഷ്ണാവബോധത്തോടെ, കൃഷ്ണ കോൺഷ്യസോടുകൂടി എന്താ ചെയ്യുന്നത്, വ്യക്തമായിരിക്കുന്നത് ദിവ്യ സേവന നിരതമാകുന്ന ശുദ്ധ ഭക്തന് സുഗ്രാഹ്യങ്ങളാണ്. അതായത് കൃഷ്ണാവബോധത്തോടു കൂടിയാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ ആ ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇതെല്ലാം വളരെ ഈസിയാണ് ഇങ്ങനെ ജീവിക്കാൻ. മനസ്സിലായോ? അല്ലാത്ത കൃഷ്ണനെ ഇഷ്ടമാണ്, കൃഷ്ണനെ ഭജിക്കുന്നുണ്ട്, കൃഷ്ണന്റെ ജപിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പ്രചരണം ചെയ്യുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ കൃഷ്ണാവബോധ ഭക്തിയുടെ തോതളക്കുന്നത് നമ്മൾ ഒരു സുപ്രധാനമായിരിക്കുന്ന സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ ആ സാഹചര്യത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു, ഇങ്ങനെയാണ് നമ്മുടെ കൃഷ്ണാവബോധത്തിന്റെ തോതളക്കുന്നത്. അല്ലാതെ ഈ ഭൂമണ്ഡലത്തിലുള്ള സമസ്ത സാധനങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൊണ്ടുവച്ചിട്ട് എനിക്കാണ് ഭക്തി കൂടുതൽ, ഞാൻ ഭഗവാൻ ഇത്രയും കൊടുക്കുന്നുണ്ട്, ഞാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നുണ്ട്, എനിക്കാണ് ഭക്തി കൂടുതൽ, അതിലെല്ലാം നമ്മൾ ഒരിക്കലും കൃഷ്ണാവബോധത്തിന്റെ തോതളക്കുന്നത്, ഭക്തിയുടെ തോതളക്കുന്നത്. ഭക്തിയുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറയില്ല. അവരുടെ ഭാഗത്ത് ഇനി എന്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ശരി, അത് ചിരിച്ചു തള്ളേയുള്ളൂ. കാരണം എന്താ, ഇത് ഭഗവാൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, ഇതിനെ കർമ്മം എന്ന് പറയും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഭഗവാൻ കർമ്മത്തിലൂടെ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതൊരു കർമ്മയായിട്ട് ഭഗവാൻ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് നമ്മളായിട്ട് അത് തിരുത്താനും പിടിക്കാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. നാളെ പിറ്റേന്ന് ഒരു അനുഭവം വരുമ്പം സ്വമേധയാ നമ്മുടെ വായ കൊണ്ട് പറയുമോ, ഇതൊക്കെ ഞാൻ ഏത് കാലം ചെയ്തു പോയ തെറ്റാണോ എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ പോലും അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? മിണ്ടാണ്ടിരിക്കുക. പറയണവരും ചെയ്യണവരും കാണുന്നവരും പോകുന്നവരും വരുന്നവരും ആരാച്ച എന്താച്ചായിക്കോട്ടെ, നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾക്ക് കർമ്മ അനുഭവിക്കാൻ ഇനി വയ്യ. മനസ്സിലായില്ലേ? ഈ ജന്മം നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അനുഭവിക്കാനുള്ള ശേഷി ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? സൈലന്റ് ആയിട്ടിരിക്കുക. പിന്നെന്താ പറയുന്നത്? അധസ്ഥ തലത്തിലെ ഗ്രഹങ്ങൾ പാദങ്ങളെയും ഉപരിഗ്രഹമണ്ഡലം ശിരസും സൂര്യചന്ദ്രന്മാർ കണ്ണുകളുമായുള്ള വിരാട് പുരുഷൻ എന്ന വിശ്വരൂപത്തെ ധ്യാനിക്കാനാണ് ശാസ്ത്രങ്ങൾ നവവിദ്യാർത്ഥികളോട് ഉപദേശിക്കുന്നത്. ഭഗവാന്റെ വിശ്വരൂപത്തെ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പുതിയ തലമുറയോട്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയാൻ വരുന്ന തലമുറയോട് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ഉണ്ണിയാണ്, കളിച്ചും ചിരിച്ചും നമ്മളോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്, മണ്ണ് തിന്നുന്ന ഒരു കള്ളക്കണ്ണനാണ്, വെണ്ണ കട്ടെടുക്കുന്നവനാണ്, ഗോപികമാരുടെ വസ്ത്രം എടുക്കുന്നവനാണ്. ഇങ്ങനെ പല 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 കേട്ടുമറഞ്ഞ കഥകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, ഭഗവാന്റെ വിശ്വരൂപ ദർശനമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ ആ വിശ്വരൂപ ദർശനത്തിൽ പഠിക്കാൻ ഏറെയുണ്ട്. എല്ലാ മരങ്ങളും ചില്ലകളും ഭൗതിക മണ്ഡലത്തിലെ സമസ്തവും 33 ദേവഗണങ്ങളും നമ്മൾ വേർതിരിച്ചു കാണുന്ന ഗണപതിയും സുബ്രഹ്മണ്യനും ദേവിയും മഹാദേവനും എന്ന് വേണ്ട സമസ്ത ദേവീദേവന്മാരും ആ വിശ്വരൂപത്തിലുണ്ട്. ഈ ദേവീദേവന്മാരുടെ അടുത്തൊക്കെ നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്ന എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതെല്ലാം അവിടെയുണ്ട്. ഈ കാലചക്രം തന്നെ ആ വിശ്വരൂപത്തിലുണ്ട്. സമസ്ത കാര്യങ്ങൾക്കും സമസ്തത്തിനും ആധാരമായിരിക്കുന്ന കൃഷ്ണനാണിത് എന്നുള്ള ഒരു ബോധം നമുക്ക് വരും, അല്ലെ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഉണ്ടായതും ഞാൻ തന്നെ, ഇന്നുമുള്ളതും ഞാൻ തന്നെ, നാളെയുള്ളതും ഞാൻ തന്നെ. ഇന്നലെ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു, ഇന്ന് എന്തൊക്കെ നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഇനി വരാനിരിക്കുന്നതും എനിക്കറിയാമെന്ന് പറയുന്ന ഭഗവാന്റെ ആ ഒരു ആഴമേറിയ വാക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ ഭഗവാന്റെ വിശ്വരൂപ ദർശനം എന്താന്ന് നമ്മൾ പഠിക്കണം, അല്ലേ? അല്ലാതെ കുറച്ച് വെണ്ണ കിട്ടിയാൽ അമ്മയെ പറ്റിച്ചുകൊണ്ട് അടുത്ത കുടത്തിന് കല്ലെറിയുന്ന വെറും ഒരു സാധാരണ ഉണ്ണിയായിട്ട് നമ്മൾ ഭഗവാനെ കാണരുത്. ഭഗവാൻ അതിശ്രേഷ്ഠനാണ്. ഭഗവാനേക്കാൾ മുകളിലായിട്ടൊന്നും തന്നെ ഇല്ല. ഭഗവാൻ എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു.
ഭഗവാനോട് തുല്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, ഇനി ഒന്നും ഉണ്ടാവാനും പോണില്ല. ആ ഒരു മഹാനായിരിക്കുന്ന മഹത് ശക്തിയാണ് ഈ ഭൂമിയിലേതെന്നല്ല, ഈ ഭൂമണ്ഡലത്തിലേന്നല്ല, സർവ ഗ്രഹമണ്ഡലങ്ങളിലുള്ള വാക്കുകൾ എടുത്താലും ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചാൽ അതിന്റെ 1% പോലും ആവില്ല. അപ്പൊ അത്രയും വലിയൊരു പരമദിവ്യോത്തമ പുരുഷനെയാണ് നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുന്നത്. ആ വിളി ഒന്ന് കേൾക്കുമ്പോഴേക്കും സകലതും മറന്ന് വിശ്വരൂപം പോലുമല്ല, ഒന്നുമില്ലാതെ ഒരു ഉണ്ണിയായിട്ട് എങ്ങനെയാണോ കുറൂരമ്മയുടെ അടുത്തേക്ക് ഭഗവാൻ ഓടിയെടുക്കുന്നത്, അതുപോലെ എന്നെ ആരാ വിളിച്ചത് എന്ന ഭാവത്തിൽ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് ഓടി വരുന്നില്ലേ? പക്ഷെ നമ്മളാണെങ്കിലോ ആ വിളി വിളിക്കാൻ മറന്നും പോവാണ്. ചിന്തിച്ചു, പലപ്പോഴും മറന്നു പോവാണ്. നമ്മൾ നമ്മുടേതായ ലോകത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഭഗവാനാണെങ്കിലോ, നീ എന്നെ ഇപ്പൊ വിളിക്കും, ഞാൻ വരാം, നീ വിളിക്ക്, ഞാൻ നിന്റെ അടുത്ത് എത്തേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, നീ വിളിക്ക് 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 എന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയാ, ഞാനിനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവേയില്ല, ഞാനിനി ജപിക്കേയില്ല, ഞാനിനി വിളക്ക് വെക്കേയില്ല, ഞാൻ ഭക്തിയെ ഉപേക്ഷിച്ച്, എനിക്ക് കാര്യം നടന്നില്ല. അപ്പൊ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമാണോ ഭഗവാന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന കേവലം ഒരു ജോലിക്കാരനായിട്ടാണോ ഭഗവാനെ നമ്മൾ കണ്ടിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറയാനും ചിന്തിക്കാനും പാടില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കോടാനുകോടി ജന്മങ്ങളുടെ കർമ്മഫലങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, പേടിക്കണ്ട, തീരാറായി തീരാറായി, നിന്റെ കഷ്ടപ്പാടുകൾ തീരാറായി, നീ വിളിക്കന്നെ വിളിക്ക്, ഇത്ര നാളും വിളിച്ചില്ലേ, ഞാനിതാ നിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്, ഇനിയും ഞാൻ നിന്നിലേക്ക് അടുക്കാൻ കുറച്ചു ദൂരമേ ഉള്ളൂ, നീ ജപം കൈവിടല്ലേ, വിളിക്ക് വിളിക്ക്. നീ വിളിക്കാതിരിക്കുമ്പോ മായ ഇടയ്ക്ക് കയറും, വീണ്ടും നമ്മള് അകന്നു പോകും എന്ന് ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ കൈവിടാൻ പാടില്ല. എപ്പോ നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കുന്നോ, എപ്പോ നമുക്ക് നീതി ലഭിക്കുന്നോ, എപ്പോ നമ്മുടെ കരച്ചില് മാറിയിട്ട് ചിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടുന്നോ, അത്രയും ദിവസം നമ്മൾ വിളിക്കണം. പിന്നെ എന്താ വേണ്ടത്? സ്മരണയാണ്. പിന്നെ നമുക്ക് വേണ്ടത് എല്ലാം ശരിയായി കഴിയുമ്പോൾ ഒരു സ്മരണ. എന്തിനാ? ഭഗവാനെ, എന്റെ ജന്മം പൂർത്തിയായി കൃഷ്ണ, കാലങ്ങൾ ഇത്രയും ഞാൻ വേദനിച്ചതിന്, അങ്ങയുടെ തിരുനടയിൽ വന്ന് അങ്ങയെ വിളിച്ചതിന്, സ്മരിച്ചതിന്, അങ്ങേക്ക് പാദസേവം ചെയ്തതിന് എല്ലാം അങ്ങെനിക്ക് ഉത്തരം നൽകി കൃഷ്ണ. ഇനി എനിക്ക് അങ്ങയുടെ തൃപാദങ്ങളിൽ മുറുകെ ഇരിക്കണം കൃഷ്ണ. ഇനി എനിക്ക് അങ്ങയിൽ നിന്ന് പിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കല്ലേ കൃഷ്ണ എന്ന് കൃതജ്ഞതയോടുകൂടി പ്രാർത്ഥിക്കുക. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. അന്ധകാലേ ചമാമേവ സ്മരമുക്ത കളേവരം യപ്രയാതി സ മദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ എന്ന് വെച്ചു കഴിഞ്ഞാൽ, മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ, മെനയാത്ത ക്ലാസ്സിൽ പഠിച്ചിരുന്നു, മരണസമയത്ത് എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത്. ഒരാള് പറയാണ്, ഇപ്പോഴൊന്നുമല്ല ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്റെ യൗവന സമയമാണിത്, ഞാൻ നല്ല യൗവനസ്ഥയായിട്ട് എന്റെ ഭർത്താവിനോടൊപ്പം കുട്ടികളുമായിട്ട് നല്ല ശാരീരിക ബന്ധങ്ങളെല്ലാം ആസ്വദിച്ചു ജീവിക്കേണ്ട സമയമാണിത്, എന്റെ യൗവന സമയം. ഈ സമയത്ത് ഞാൻ മീൻ കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല, നോൺ കഴിക്കില്ല, ഭക്തി പ്രാക്ടീസ് ചെയ്യില്ല. ഇതൊന്നും എനിക്ക് ഇപ്പോഴല്ല വേണ്ടത്, ഇതൊക്കെ എന്റെ വയസ്സുകാലത്ത്, എന്റെ പ്രായമായ കാലത്താണ് എനിക്ക് ഇതെല്ലാം വേണ്ടത്. ഇപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്താൽ ജീവിതം നശിച്ചു പോകുന്നു. ഈ ചിന്തകളുള്ള വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആയുസിന്റെ തോത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒറ്റ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഇപ്പോഴല്ല പിന്നെയാണെന്ന് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് എത്ര വയസ്സ് വരെയാണെന്ന് നിങ്ങൾക്ക് എനിക്ക് ഇപ്പൊ എഴുതി തരാൻ പറ്റുമോ? ഉറപ്പ് തരാൻ പറ്റുമോ ഞാൻ ഇത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന്? ഏതെങ്കിലും ഒരു ജോത്സ്യൻ എഴുതി വെച്ച ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുത്. ആ ജാതകം പിഴച്ച എത്രയോ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, എത്രയോ പേരുണ്ട്. എന്റെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയുടെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫിന്റെ ചേച്ചി ഒരാളുണ്ടായിരുന്നു വടകര എന്ന് പറയുന്ന സ്ഥലത്ത്. ഭയങ്കരം ധിക്കാര സ്വഭാവമായിരുന്നു അവരെപ്പോഴും എങ്ങനെയാണെന്നറിയാമോ പറയാ, ഞാൻ 80 വയസ്സ് വരെ ജീവിക്കും. ഞാനൊക്കെ കുഞ്ഞിലെ കേട്ടിട്ടുണ്ട് അവർ സംസാരിക്കും, ഞാൻ 80 വയസ്സ് വരെ ജീവിക്കും, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, എന്റെ ജാതകമുണ്ടല്ലോ അതെന്റെ അച്ഛൻ അങ്ങനെ എഴുതിയതാണ് ഇങ്ങനെ എഴുതിയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗായിരുന്നു അവര്. എന്നിട്ട് പറയും, ഞാൻ അങ്ങനെ ജീവിക്കും, അതുകൊണ്ട് എനിക്ക് പേടിക്കാനേ ഇല്ല എന്നാണ് പറയാറ്. നമ്മളും ഒക്കെ വിചാരിച്ചു ഓക്കെ ശരിയായിരിക്കാം, കാരണം നമുക്കൊന്നും ആ സമയത്ത് ഇങ്ങനെ ഇതൊന്നും അറിയില്ലല്ലോ. ഒന്നിനും ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ അവർ മരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? 52ാമത്തെ വയസ്സിൽ ഷുഗർ കൂടി, കാലിന്റെ വിരലൊക്കെ മുറിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവർ മരിച്ചത്. അവരെ ജാതകം എപ്പോഴും ഉണ്ട്. ആ ജാതകത്തിൽ അവർ ജീവിച്ചിരിക്കുന്നു എഴുതിയിട്ടുണ്ട്.
അപ്പൊ അതിന് എന്ത് നമ്മൾ പറയണം? ഒരു പരിധി വരെ ഞാൻ പറയുന്നു ജാതകവും ജ്യോതിഷവും രാശിയും എല്ലാം ഒരു മാത്തമാറ്റിക്സ് ആണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ല എന്നല്ല. പക്ഷെ ഒരു ആയുസിനെ നിർണയിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അതിന് തക്കതായിരിക്കുന്ന ഒരു അറിവുള്ള വ്യക്തിയും ഈ ഭൂമിയിലില്ല. ഒരു ജനനം, ഒരു മരണം, ഇത് ഭഗവാന്റെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്നവൻ, ആത്മത്തെ ഹത്യ ചെയ്യുന്നവൻ, ആത്മം എന്ന് പറയുന്നത് ഞാൻ എന്നെ സ്വയം നശിപ്പിക്കുന്നതിന് ആത്മഹത്യ എന്ന് പറയും. അത് താണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജനനം, ഒരു മരണം, ഇത് രണ്ടും ഭഗവാന്റെ കയ്യിൽ കിടക്കുന്നതാണ്. എത്രയോ വലിയ മെഡിക്കൽ എത്തിക്സ് ഇന്ന് വലിയ സംഭവ ബഹുലമായിട്ട് IVF ഒക്കെ ചെയ്തിട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുട്ടി ജനിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് ബെഡ് റെസ്റ്റിൽ നിന്നാലും ആ കുട്ടി ജനിക്കുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എത്ര പ്രാവശ്യം ചെയ്താലും ചിലപ്പോൾ അത് അങ്ങനെ പോയി പോകും. മനസ്സിലാവുന്നുണ്ട്? ചിലപ്പോൾ കുട്ടികളെ ഇല്ലാതിരുന്നിട്ട് കുറെ പ്രായം കഴിയുമ്പോൾ ഒരു കുഞ്ഞ് മതി എന്ന് പറയുന്നിടത്ത് 5ഉം 6ഉം കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഭഗവാന്റെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ മരണസമയം എപ്പോഴാണെന്നറിയാതെ നമ്മൾ കിടന്നിട്ട് സംസാരിക്കരുത്. ഇതെന്റെ അവസാന കാലത്ത് ഞാൻ സന്യസിക്കേണ്ടതാണ്, ജപിക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അവസാന കാലം എപ്പോ? നിങ്ങൾക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ജീവിക്കൂ, ഈ സമയത്ത് നിങ്ങൾ ഭഗവാനെ ജപിക്കൂ, ഈ സമയത്ത് നിങ്ങൾ വായിക്കൂ, ഈ സമയത്ത് നിങ്ങൾ വെജിറ്റേറിയൻ ആവും. നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഷൂട്ടിങ്ങിന് ഷെഡ്യൂളൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എത്തുമെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അത് ഭഗവാന് മാത്രമേ അറിയൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നാളെ എന്ന് പറയുന്ന ദിവസത്തിലേക്ക് ഭഗവാനെ ഭജിക്കാനും ഭക്തി പ്രാക്ടീസ് ചെയ്യാനും ഭഗവാന്റെ വഴിക്ക് വരാൻ സാത്വിക ജീവിതം നയിക്കാനുള്ള അവസരവും നമ്മൾ കളയരുത്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണോ? നമുക്ക് ശാശ്വതമായ ഒരു ജീവിതം വേണോ? നമുക്ക് മനസ്സമാധാനം വേണോ? ദുരിതപൂർണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇനി ജനിക്കാതെ ഇരിക്കണോ? എങ്കിൽ ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കർശനമായ തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ ഇനി നോൺ വെജ് കഴിക്കില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ ആരാധിക്കും, ഞാൻ ഭഗവാന്റെ സേവനം ചെയ്യും, ഞാൻ സത്സംഗങ്ങൾ കേൾക്കും, എനിക്ക് 24 മണിക്കൂർ കിട്ടിയതിൽ 10 മിനിറ്റെങ്കിലും ഞാൻ ജപിക്കും, വായിക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ 40 ദിവസം കൊണ്ടോ നമ്മുടെ ജീവിതം മാറി മറിയില്ല. കാരണം എന്താ? ഭഗവാനെ, കാലങ്ങൾ ഇത്രയും ഞാൻ നിന്നെ പ്രാർത്ഥിച്ചു, ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ ഗുരുവായൂർ നടക്കൽ വരുന്നു, നിർമാല്യം തൊഴുന്നു, ജപിക്കുന്നു, വായിക്കുന്നു, എന്റെ കഷ്ടതകൾ തീരുന്നില്ല ഭഗവാനെ, നീ കേൾക്കുന്നില്ലേ ഭഗവാനെ എന്നാ ചോദിക്കുന്നത്. അതിനെന്താ ഉത്തരം? എന്താ ഉത്തരം അതിന്? ഒറ്റ ആൻസർ. ഭഗവാൻ പറയൽ എന്താറിയോ? ഈ ഇത്ര കൊല്ലല്ലേ ആയിട്ടുള്ളൂ എന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ശരി, നീ ജനിച്ചിട്ട് ഇപ്പൊ ഒരു 10-35 കൊല്ലായോ? ഈ 35 കൊല്ലല്ലേ ആയിട്ടുള്ളൂ നീ എന്നെ ഭജിക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ എത്ര കോടി ജന്മങ്ങളായി എന്നറിയാവോ? അത്രയും കോടി ജന്മങ്ങൾ നീ ചെയ്ത് കൂട്ടിയതൊന്നും ഈ പറയുന്ന 35-40 കൊല്ലം കൊണ്ട് തീരൂല. ഈ 40 കൊല്ലം കൊണ്ട് എന്നെ ഭജിച്ചാലൊന്നും തീരുന്ന പാപപ്രവൃത്തികളല്ല നീ കോടി ജന്മങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നെ ഭജിക്കുന്നത് കൊണ്ട് നിനക്കതിന്റെ ഭയങ്കരമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. നീ വിചാരിക്കും നീ അനുഭവിക്കുന്നത് കുറച്ച് കഠിനമാണ്, താങ്ങാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ ഇതായിരുന്നില്ല നീ അനുഭവിക്കേണ്ടിയിരുന്നത്. നിനക്ക് ഇന്ന് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നതിന്റെ 100 ഇരട്ടിയാണ് നീ അനുഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ എന്നെ ഭജിക്കുന്നതുകൊണ്ട് ഇത്രയും ഞാൻ ചെയ്തു തരുന്നു എന്ന് ഭഗവാൻ പറയാതെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിനെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പറയാതെ പറയാണ് ഭഗവാൻ ഇത്. അതിനെയാണ് നമ്മൾ ഗീത എന്ന് പറയുന്നത്. അപ്പൊ ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം എന്താണ്, കർമ്മ എന്താണ്, പ്രകൃതി എന്താണ്, ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണെന്ന് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നിട്ട് വർഷങ്ങളുടെ കണക്ക് പറയില്ല. പ്രാർത്ഥിച്ചതിന്റെയും നേദ്യം വെച്ചതിന്റെയും ജപിച്ചതിന്റെയും ഉപവാസം എടുത്തതിന്റെയും കണക്ക് പറയില്ല. കാരണം എന്താ? അതൊക്കെ ഈ ജന്മം തുടങ്ങിയതാണ്. കോടിക്കണക്കിന് ജന്മങ്ങളായിട്ട് നല്ല വില്ലാളി വീരന്മാരായിട്ട് എന്താ പറയാ ഭയങ്കരമായ രജോ തമോ ഗുണത്തിൽ ജീവിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇപ്പോഴാണ് മര്യാദ പഠിച്ചു വന്നിരിക്കുന്നത്. ഈ മര്യാദ പഠിച്ചപ്പോ നമുക്കുള്ള പ്രശ്നങ്ങളുടെ കാഠിന്യം താങ്ങാൻ പറ്റുന്നില്ല. ആ കാഠിന്യം ഭഗവാൻ കുറച്ചു തന്നതാണ്. മനസ്സിലായില്ലേ? കുറച്ചു തന്നിരിക്കുകയാണ് ഭഗവാൻ. അത് മനസ്സിലാക്കണം. അതേ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ത്രിബിൾ ഇരട്ടി അനുഭവിക്കേണ്ടിയിരുന്ന നമ്മൾ എന്ത് ചെയ്തേനെ? ഓടിപ്പോവായിരുന്നു എങ്ങോട്ടെങ്കിലും. അപ്പൊ അത് ചിന്തിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ
കുറ്റം പറയരുത്, അവിടെ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് പറയരുത്. കേൾക്കുന്നത് കൊണ്ടാണ് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്. കേട്ടിട്ടില്ല എങ്കിൽ തീർന്ന് ഒരാവിയായി പോയിന് ഈ ലോകത്തുനിന്ന്. അത്രയും ചെയ്തു കൂട്ടിയ ജന്മങ്ങളാണ് നമ്മളെല്ലാവരും. മനസ്സിലായില്ലേ? അപ്പോ മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ പ്രാപിക്കുന്ന ഭഗവാൻ പറയുന്നത്. അപ്പൊ മരണസമയം എപ്പോഴാന്ന് നമുക്കറിയാവോ? അറിയില്ല. ഇപ്പൊ സമയം എത്രയായി? ഇപ്പോ സമയം 9:44. 9:45 എന്ത് സംഭവിക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ. ചിലപ്പോ ഒന്നും സംഭവിക്കില്ല, ചിലപ്പോ ഇങ്ങനെ ഇരുന്ന് മരിച്ചു, ഇല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? സദാ ഭഗവാനെ സ്മരിക്കുക. കാരണം എപ്പോ നമ്മളെ മരണം പിടികൂടുന്ന അറിയാൻ പറ്റില്ല. ഞാനേ ഒരു 6 മാസം കഴിഞ്ഞാലാ മരിക്കുക, അപ്പൊ 6 മാസം കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാനിരുന്ന് ജപിക്കാം എന്ന് പറയുന്നത് ശരിയാണോ? ചിലപ്പോൾ 6 അല്ല 60 മാസം കഴിഞ്ഞാലും നമ്മൾ മരിക്കില്ല. ചിലപ്പോൾ 6 മാസത്തിന് മുമ്പേ നമ്മൾ മരിച്ചു, ചിലപ്പോൾ 6 മണിക്കൂറിനുള്ളിൽ മരിച്ചു, ചിലപ്പോൾ 6 മിനിറ്റിനുള്ളിൽ മരിച്ചു. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഭഗവാനെ സ്മരിക്കാനും പ്രാർത്ഥിക്കാനും പൂജിക്കാനുമായിട്ട് ഒരു സമയം നമ്മളായിട്ട് നിശ്ചയിക്കരുത്. സദാ നമ്മൾ ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോ ചെയ്യുന്ന അങ്ങനെ ഭഗവാനെ നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും നമ്മൾ മരണം സംഭവിക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മരണത്തിന് കീഴടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു എന്താണ്? അങ്ങനെ നീ എന്നെ സ്മരിച്ചുകൊണ്ടാണ് നീ മരണത്തെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ നീ എന്നിലേക്ക് എത്തിപ്പെടും. ഭഗവാനിലേക്ക് എത്തിപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ഒരിക്കലും തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടി വരില്ല. കാരണം എന്താ? ഈ ഭൂമിയിൽ നമുക്ക് അത്രയും ദുരിതം അനുഭവിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രയാസങ്ങൾക്ക് നടുവിലേക്ക് നമ്മൾ ഇനിയും വന്നിട്ട് ഇനിയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? ഇല്ല. എങ്ങനെയെങ്കിലും ഈ ജീവിതം തന്നെ നമുക്ക് മടുത്തു, ഈ ജീവിതം തന്നെ ഒന്ന് തീർന്നാ മതി എന്ന് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ രമണ പ്രഭു അങ്ങനെ ഞാൻ നാളെ വിളിക്കാം കേട്ടോ. അപ്പോ ഈ ജീവിതം തന്നെ തീർന്നാ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ആ ജീവിതത്തില് ഇനിയും എന്താ പറയുന്നത്? നമ്മൾ ഒരിക്കലും ഭഗവാനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഈ ശ്ലോകം കൃഷ്ണാവബോധത്തെ ഊന്നി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവത്തെ കൈക്കൊള്ളുന്നുണ്ട്. കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. കൃഷ്ണാവബോധത്തോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ അതീന്ദ്രിയമായിരിക്കുന്ന രൂപത്തെ നമ്മൾ കൈക്കൊള്ളും. പരമപാവനനാണ് ഭഗവാൻ, അല്ലെ? തന്മൂലം നിരന്തരം കൃഷ്ണാവബോധത്തോടു കൂടി ഇരിക്കുന്നവരും പരമപാവനരത്രേ. അത്രയും എന്താ പറയാ, പ്യൂറാണ് ഭഗവാൻ. അപ്പൊ കൃഷ്ണാവബോധത്തോടെ ഇരിക്കുന്നവരും അത്രയും പ്യൂറാണ്. നമ്മളുടെ ദൃഷ്ടിയിൽ അവരൊരു പക്ഷെ മോശമാവാം, തെറ്റുകൾ ചെയ്യുന്നവരാവാം, കൊള്ളൂലാത്തവരാവാം, അഹങ്കാരികളാവാം, ധിക്കാരികളാവാം. അത് നമ്മുടെ വിഷന്റെ കുഴപ്പമാണ്, നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണ്. നമ്മൾ കാണുന്നതെല്ലാം ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും എല്ലാം ശരിയായിക്കോണമെന്നില്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഞാനൊക്കെ ഒരു ലൊക്കേഷനിൽ പോയാൽ കുറേ നാളിന് ശേഷമാണ് ഞാൻ അവിടെ ചിലപ്പോൾ എൻ്റെ മാനേജറെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറിനെ കാണുന്നതെങ്കിൽ ഞാൻ പോയി കെട്ടിപ്പിടിക്കും. അണ്ണാന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പോയി കെട്ടിപ്പിടിക്കും. അണ്ണാ എവിടെ ഇരിക്കീങ്ക, നല്ല ഇരിക്കീங்களா, ഇവളു നാളാச்சு உங்களை பார்த்து എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് സൺ ടി വിയിൽ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തു. അവിടെ പൂങ്കൊടി സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2019 മുതൽ എനിക്ക് കോണ്ടാക്റ്റുള്ള ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തെ ഫോൺ ത്രൂ മാത്രമേ കോണ്ടാക്റ്റ് ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ 2 പ്രൊജക്റ്റ് ഇതിന് മുമ്പേ വന്നപ്പോഴും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ അപ്പോൾ വേറെ എന്തോ വർക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഫോൺ വഴി മാത്രമുള്ള ഒരു കോണ്ടാക്റ്റാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അതിൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കും സാറ് നിന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ സാർ അംബ്ലി സോമൻ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാർ എട്ടിയിരിക്കീങ്ക എന്ന് പറഞ്ഞ അത്ര പേരവിടെ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ സാർ നല്ല ഇരിക്കും മണി, നല്ല ഇരിക്കിറിയപ്പാ. ഞാൻ പറയാം നല്ല ഇരിക്കും സാർ, നിങ്ങളുടെ വർക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഉടനെ എൻ്റെ ഷോൾഡറിലൂടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അവിടെ ക്യാമറാമാനും അസിസ്റ്റന്റ് ക്യാമറാമാനും അസോസിയേറ്റ്സും ചീഫ് അസോസിയേറ്റ്സും പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരോടും 2019 ഇരുന്ന് ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ സിസ്റ്ററിനെ പോലെ ഞാൻ ട്രീറ്റ് ചെയ്ത ഒരാളാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ഭഗവാൻ തന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു ഹരേ കൃഷ്ണ സർ, അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സർ. മലയാളം അത്രയ്ക്ക് അറിഞ്ഞൂടാ, എങ്കിലും കുറെ മനസ്സിലാവും. സോ അങ്ങനെയുള്ള തീവ്രമായ ബന്ധങ്ങളുണ്ട് ഇല്ലേ?
ഇതേ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരാളാണ് ഇത് കാണുന്നെങ്കിൽ ഷോ ആ പെണ്ണ് പോയി അയാളെ കെട്ടിപ്പിടിച്ചേക്കുന്നു എന്നല്ലേ പറയാം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ വിഷന് കുറേ കുഴപ്പങ്ങളുണ്ട്, നമ്മളുടെ കാഴ്ചപ്പാടിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഈ കാഴ്ചപ്പാടൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ വളരെ നല്ലതാണ്. എല്ലാം നല്ല പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ പോയാൽ എൻ്റെ കുറേ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ കുറേ ദൂരം യാത്ര ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ റീച്ച് ആവുന്നത്. അപ്പോൾ 1-2 ദിവസമേ നമ്മൾ അവിടെ ഉണ്ടാവുമെങ്കിൽ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കും. അവർക്കും നമ്മൾ ജീവിതത്തിൽ സമയം കൊടുക്കും, ഇല്ലേ? കാരണം എന്താ, ഇനി എപ്പോഴാണ് അവരെ കാണാൻ നമുക്കറിയില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ കുറേ ഡിസ്റ്റൻസിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ നല്ല സൗഹൃദ ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം നമ്മൾ നെഗറ്റീവ് തോട്ട്സിൽ കാണാൻ പാടില്ല. കുറേയൊക്കെ പോസിറ്റീവായിട്ട് കാണും. എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ യഥാർത്ഥ ഭക്തൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭക്തനല്ലാത്ത വ്യക്തികൾക്ക് എല്ലാം ഒരു സംശയമായിരിക്കും. ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതത്ര ശരിയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഒരു തോന്നലാ. അങ്ങനെ തോന്നുന്നവരവിടെ തോന്നിയിരിക്കട്ടെ, നമുക്കതിന് ആൻസർ കൊടുക്കാൻ നേരമില്ല, അല്ലെ? അതാണ് നമ്മളുടെ ഒരു മൈൻഡ്. നമുക്കതിന് ആൻസർ കൊടുക്കാൻ നേരമില്ല. കാരണം എന്താ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾ ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ, കൃഷ്ണാവബോധത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, അവിടെ നമുക്ക് നെഗറ്റീവ്സിന്, ചിന്തകൾക്ക്, അങ്ങനെയുള്ള ചിന്തകൾക്ക് നമ്മുടെ മൈൻഡിൽ സ്ഥാനമില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ വേണ്ടേ വേണ്ട. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോവുക. നമ്മൾ നല്ല രീതിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, വളരെ നല്ലതാണ്. എപ്പോഴും ഒരു സംശയാസ്പദമായ രീതിയിൽ നമ്മൾ പോയി നോക്കൂ. നമ്മുടെ കണ്ണിന്റെ ചലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ കണ്ണുകളിൽ എന്തോ സംശയം നിഴലിക്കുന്നുണ്ട് എന്നുള്ളത്. അവരുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും അവരെന്തൊക്കെയോ ഒരു സംശയം, ഒരു വല്ലാത്തൊരു മൈൻഡിലാണ് എന്നുള്ളത്. അങ്ങനെയുള്ള ചിന്തകളേ നമുക്ക് വേണ്ട. എല്ലാം പോസിറ്റീവായിട്ട് കാണുക, എപ്പോഴും ചിരിക്കുക, എപ്പോഴും കൃഷ്ണനെ സ്മരിക്കുക, കൃഷ്ണനോടുകൂടി അടുത്തിരിക്കാൻ ശ്രമിക്കുക, ശ്രീമതി രാധാറാണിയെ ബഹുമാനിക്കുക, ഗുരു പരമ്പരയെ ബഹുമാനിക്കുക, സത്സംഗം കേൾക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ജീവിച്ചു പോവുക. മനസ്സിലായില്ലേ? ഈ നെഗറ്റീവ്സും കുശുമ്പും കൂനായ്മയും ഗുണപറച്ചിലും ഇതൊക്കെ കൊണ്ടുപോയി കളാന്നേ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി തരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പോസിറ്റീവായിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും പോസിറ്റീവാകും, നമ്മുടെ ലൈഫും പോസിറ്റീവാകും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പോസിറ്റീവാകും. നമ്മൾ നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മളേ നശിച്ചു പോകും. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കേൾക്കാൻ നമ്മൾ നമ്മുടെ ചെവിയെ കൊടുക്കരുത്. അവർ പറഞ്ഞു വരുന്നത് ഒരു നെഗറ്റീവ് ആണെന്ന് കണ്ടാലേ ഉടനെ എന്ത് പറയണം, നോക്കൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ, ഒരല്പം തിരക്കുണ്ട്, കട്ട് ചെയ്തേക്കണം, ബൈ ബൈ. പോസിറ്റീവാണ് പറയുന്നതെങ്കിലോ നല്ല ഹാപ്പി ആയിട്ട് കേട്ടിരിക്കണം. അതാ വേണ്ടത്. ഓക്കെ, ക്ലിയർ? പിന്നെ തന്മൂലം നിരന്തരം കൃഷ്ണാവബോധത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരും പരമമായിരിക്കുന്ന പാവനമായിരിക്കുന്ന വ്യക്തികളാണ്. സ്മരണം എന്ന വാക്കിന് സുപ്രധാനമാണ് ഇവിടെ. ഭക്തിപൂർവമായിരിക്കുന്ന സേവനത്തിലൂടെ കൃഷ്ണാവബോധം പുലർത്തി പോരാത്ത ഒരു ജീവന് പവിത്രതയില്ലാത്തതുകൊണ്ട് കൃഷ്ണസ്മരണം സാധ്യമാവില്ല. അത് വളരെ വലിയ വാക്കാണത്. എന്താണ്? ഭക്തിപൂർവമായിരിക്കുന്ന സേവനത്തിലൂടെ കൃഷ്ണാവബോധം പുലർത്തി വരാത്ത ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത്? പവിത്രതയില്ലാത്തത് കൊണ്ട് കൃഷ്ണസ്മരണ ഉണ്ടാവില്ല എന്നാ പറയണത്. കൃഷ്ണസ്മരണ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മൾ ജീവിക്കാൻ പഠിക്കണം. കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിൽ. സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭഗവാനെ അങ്ങ് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ആ മൈൻഡിൽ ജീവിക്കുമ്പം നമുക്ക് നല്ല ഒരു ശാന്തി കിട്ടും. നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, നമ്മൾ എത്ര ദുരിതം അനുഭവിക്കേണ്ടി വന്നാലും അതിനെല്ലാം നമുക്ക് അതിജീവിച്ച് പോകാനുള്ള ഒരു അവസരം നമുക്ക് ഭഗവാനായിട്ട് തരും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയുന്നത്? കൃഷ്ണാവബോധം എത്രയും പെട്ടെന്ന് ശീലിക്കണമെന്നാണ് നമ്മുടെ ശ്രീല പ്രഭുപാജി ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൃഷ്ണാവബോധം ശീലിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായൊരു സുഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ശീലിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് ആ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ആ സുഖമാണ് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഒരു
അടുപ്പം, ആ ഒരു ബന്ധത്തെ ഊഷ്മളമാക്കി കൊണ്ടുവരുന്നത്. നിര്യാണ വേളയിൽ, അതായത് മരിക്കുന്ന സമയത്ത് വിജയം വരിക്കണമെങ്കിൽ, നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ കൃഷ്ണസ്മരണ അത്യന്താപേക്ഷിതമാണ്, അല്ലെ? നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് കൃഷ്ണസ്മരണ ഉണ്ടാവണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എപ്പം മരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സദാ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടിരുന്നാല് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്താണ്? മോക്ഷം ലഭിക്കും. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മോക്ഷം നൽകുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കൃഷ്ണാവബോധത്തോടു കൂടിയുള്ളതാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മോക്ഷം കിട്ടുന്നത്. അതുകൊണ്ട് സദാ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വൃക്ഷത്തെ പോലെ സഹനശക്തി ഉണ്ടാകണം. തരോരിവ സഹിഷ്ണുന എന്നാ പറയുന്നത്. വൃക്ഷം എത്രത്തോളം സഹിക്കുന്നുണ്ട്. വെയിലും മഴയും കാറ്റും തണുപ്പും ചൂടും എല്ലാം വൃക്ഷങ്ങൾ സഹിക്കുന്നുണ്ട് എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നത്. ഒരു വൃക്ഷം സഹിക്കുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ എല്ലാ സാഹചര്യങ്ങളെയും സഹിക്കണം. ഹരേ കൃഷ്ണ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് പല വിഘ്നങ്ങളും നേരിട്ടേക്കാം. ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. എങ്കിലും എല്ലാം സഹിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപം നമ്മൾ തുടരുക തന്നെ വേണം. എല്ലാം സഹിച്ചുകൊണ്ട് നാമജപം നമ്മൾ തുടരണം. എന്നാൽ ജീവിതാന്ത്യത്തിൽ അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ കൃഷ്ണാവബോധത്താലുള്ള പ്രയോജനം തികച്ചും അനുഭവപ്പെടുന്ന പറയുന്നത്. നമ്മൾ എപ്പോഴും മഹാമന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കൃഷ്ണാവബോധത്തിന്റെ ആ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. 6ാമത്തെ ശ്ലോകം എന്താണ്? യം യം വാഭി സ്മരൻ ഭാവം ത്യജന്ത്യത്തെ കളേവരം തം തമേ വൈധി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്നാ പറയുന്നത്. അതെന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിലേക്കായിരിക്കും നമ്മൾ പോയിട്ട് വീഴുന്നത്. മരണത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മരണത്തിന്റെ ആ ഒരു ലാസ്റ്റ് സമയത്ത് എന്താ നടക്കാൻ പോണെന്ന് അവിടെ പറയുന്നത്. കൃഷ്ണസ്മരണയോടെ, കൃഷ്ണനെ ആലോചിച്ചുകൊണ്ട് ശരീരം ഒഴിവാക്കുന്നവർ, ത്യജിക്കുന്നവർ അതീന്ദ്രിയമായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് എത്തുന്നത്. മറ്റേതെങ്കിലും സ്മരണ പുലർത്തിക്കൊണ്ടേ, മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ഈ അവസ്ഥയിൽ എത്തൂല. ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തൂല. ഈ സവിശേഷമായിരിക്കുന്ന, ഇത്രയും സവിശേഷമായിരിക്കുന്ന ശ്രദ്ധയർഹിക്കുന്ന സംഗതിയാണിത്. നമ്മൾ അത്രയും ചിന്തിച്ചുകൊണ്ട് നമ്മൾ വേണം ജീവിക്കാൻ. ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോണം. ആ ജീവിതയാത്രയിൽ എപ്പോ നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുമെന്ന സമയം നമുക്ക് അറിഞ്ഞൂടാ. എപ്പ വേണമെങ്കിലും പോയിക്കോട്ടെ. കാരണം എന്താ? ഞാൻ കൃഷ്ണാവബോധ സ്മരണയിലാണ് ഇരിക്കുന്നത്. ആ സ്മരണയിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഇട്ടിട്ട് സൗണ്ട് വളരെ കുറച്ചിട്ട് പ്രഭുപാജിയുടെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ ഈ മന്ത്രം കേട്ടുകൊണ്ട് ഉറങ്ങി നോക്ക്. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വയ്യായിക ഉണ്ടെങ്കിലും നമ്മളെപ്പോ നമ്മൾ ഉറങ്ങിപ്പോണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമുക്കറിയേയില്ല. പക്ഷെ ഉറങ്ങിപ്പോയാലും നമ്മുടെ ആത്മാവ് ഇങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ടുകൊണ്ട് ഉറങ്ങാണ്, ഇല്ലേ? അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കിടക്കുന്ന റൂമിൽ ചെറിയൊരു ഹരേ കൃഷ്ണ മന്ത്രം, മഹാമന്ത്രത്തിന്റെ ഒരു മ്യൂസിക് ബോക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കേട്ട് ഉറങ്ങിപ്പോവാം. അപ്പോഴും നമ്മൾ ഏതോ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ ഭഗവാന്റെ നാമം കേട്ടുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോ ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സവിശേഷമായിരിക്കുന്ന ഈ മഹാമന്ത്രം കേട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു മരിക്കുകയാണെങ്കിൽ പിന്നെ ഈ നശിച്ച ലോകത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ നമ്മൾ വരേണ്ടി വരൂല. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഒരു മഹാമനുഷ്യനായിരുന്ന ഭരത മഹാരാജാവിന് മരണവേളയിൽ ഒരു മാൻകുട്ടിയെ കുറിച്ചായിരുന്നു വിചാരം. ഭരത മഹാരാജാവിന് മരിക്കുന്ന സമയത്ത് ഒരു മാൻകുട്ടിയെ കുറിച്ചൊരു വിചാരം ഉണ്ടായി. അടുത്ത ജന്മത്തിൽ അദ്ദേഹം എന്തായി മാറി? ഒരു മാനിന്റെ ശരീരത്തിൽ ജനിക്കേണ്ടി വന്നു. ഒരു മാനായിട്ട് കൂടി തന്റെ പൂർവജന്മ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ആ ഭരത മഹാരാജാവ് പിന്നീട് മാനായി ജനിച്ചപ്പോഴും അദ്ദേഹം എന്താ ചെയ്തത്? ഇങ്ങനെ ആ കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്കിലും ആ ശരീരം സ്വീകരിക്കേണ്ടതായി വന്നു, അല്ലെ? എത്ര ഓർമ്മകൾ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഒരു മാനായിട്ട് തന്നെ
ജീവിക്കേണ്ടി വന്നു. ഒരാളുടെ ജീവിതകാലം മുഴുവൻ സംഭരിച്ചിരുന്നു. അതായത് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. ആ ഓർമ്മയിലിരിക്കുന്ന വിചാരങ്ങളാണ് മരണനിമിഷത്തിലേക്ക് ആ ഒരു സ്മരണയ്ക്ക് കളങ്ങൾ ഒരുക്കുന്നത്. ഇപ്പം നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്ത് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. പെട്ടെന്ന് നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ആ ചിന്തയാണ് നമ്മളെ അടുത്ത ജന്മത്തിലേക്ക് കാലെടുത്ത് വെപ്പിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, സദാ ഭഗവാനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ചിന്തകൾക്കിടയിൽ എപ്പോഴെങ്കിലും മരിച്ചു പോയിക്കോട്ടെ, നമുക്കൊരു വിരോധമില്ല, നമ്മൾ മരിച്ചു പോയിക്കോട്ടെ. ആ നിലയ്ക്ക് ഈ ജന്മമാണ് അടുത്ത ജന്മത്തിന് കാരണമായി മാറുന്നത്. ഈ ജന്മത്തിൽ സാത്വിക ഭാവത്തോടെ ജീവിക്കുകയും കൃഷ്ണനെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് അന്ത്യവേളയിലും ഭഗവത് സ്മരണയുണ്ടാവും. നമ്മൾ ഈ ജന്മത്തിൽ എപ്പോഴും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയമാകുമ്പോഴും ഭഗവാനെ കുറിച്ച് നമുക്ക് നല്ല ഒരു ഓർമ്മ കിട്ടും. കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ പോകുന്നതിന് അത് സഹായകമായി തീരും. ഭഗവാന്റെ അതീന്ദ്രിയമായിരിക്കുന്ന ആ ഭാവത്തിലേക്ക് എത്താൻ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ആ സ്മരണ വലിയ ഉപകാരപ്രദമായിരിക്കും. ആത്യന്തികമായി ഭഗവത് സേവനത്തിൽ മുഴുകി ജീവിതം നയിച്ച ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ ഭൗതിക ദേഹമില്ല. ഭഗവാന്റെ സേവനം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത്. ആധ്യാത്മിക ദേഹമായിരിക്കും ലഭിക്കുക അവർക്ക്. ഭഗവാന്റെ ലോകത്ത് ആധ്യാത്മിക ശരീരം ഉറപ്പായിട്ടും കിട്ടും. നിരന്തരമായിരിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ മരണവേളയിൽ ഒരാളുടെ മനോഭാവത്തെ വേണ്ടുന്ന വഴിക്ക് തിരിക്കാൻ ഉതകുന്ന ഉത്തമമായിരിക്കുന്ന മാർഗമാണത്. മരണവേളയിൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് ആ സമയം പെട്ടെന്ന് നമുക്ക് ഭഗവാൻ തീരുമാനമെടുത്ത് നമ്മളെ സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിക്കും. നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ വന്നിട്ട് ഈ നശിച്ച ലോകത്ത് നമുക്ക് ജീവിക്കേണ്ട ഗതികേടുണ്ടാവില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. 10 മണിയായി. ഇന്നിപ്പോൾ ഏകാദശിയാണ്. എല്ലാവരും ഏകാദശി എടുത്ത് ടയർഡായിരിക്കും. എല്ലാവരുടെ കണ്ണും പകുതി അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പലയിടത്തും മഴ പെയ്യുന്നു. സോ മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. വിളിക്കണം എന്നില്ല. നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണോ യൂട്യൂബിലൂടെയാണോ ക്ലാസ് കാണുന്നത്, നിങ്ങളുടെ പേരെന്താണ്, ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് തന്നാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ഏകാദശി ഞാൻ വിഷ് ചെയ്യുന്നു. നമ്മുടെ പാരണ ടൈമൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നാളെ പ്രദോഷമാണ്. പ്രദോഷം എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു തന്നു. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. വയലൻസ് വേണ്ട. ഹാപ്പി അല്ലേ? കുറച്ച് നാട്ടുകാര്യങ്ങളും കുറച്ച് വീട്ടുവിശേഷങ്ങളും കുറച്ച് തമാശകളും കുറച്ച് ഗീതയും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാം. അത് മതി നമുക്ക്. ഓക്കെ, ശുഭരാത്രി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ.